ഡിയർ സ്റ്റുഡൻസ്, ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 12.2 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 5th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 21 സെൻറ്റിമീറ്റർ ആൻഡ് ആർക്ക് സബ്റ്റൻഡ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ആർക്ക്. അതുപോലെ ഏരിയ ഓഫ് ദ സെക്ടർ ഫോംഡ് ബൈ ദ ആർക്ക്, ഏരിയ ഓഫ് സെഗ്മെന്റ്, ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ റേഡിയസ് 21 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ലെങ്ത് ഓഫ് ആർക്കാണ്. ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആർക്ക് ഈക്വൽ ടു θ/360 ഇൻറ്റു 2πr. അപ്പോൾ അവിടെ ആംഗിൾ എന്ന് പറയുന്നത് 60/360 ഇൻറ്റു 2 ഇൻറ്റു 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് 21. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 6 ഇവിടെ 2. അപ്പോൾ 7ഉം 3ഉം 21 ക്യാൻസലായി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 22 സെൻറ്റിമീറ്റർ. അതിൽ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സെക്ടർ ഫോംഡ് ബൈ ദ ആർക്കാണ്. ഏരിയ ഓഫ് ദ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർമുല എന്താണ്. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു θ/360 ഇൻറ്റു πr² ആണ്. അപ്പോൾ അതിൽ 60/360 ഇൻറ്റു 22/7 ഇൻറ്റു 21 ഇൻറ്റു 21. ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 11. ഇവിടെ 7ഉം 3ഉം 21 ക്യാൻസൽ. അപ്പോൾ 11 ഇൻറ്റു 21. 11 ഇൻറ്റു 21 എന്ന് പറഞ്ഞാൽ 231. അപ്പോൾ 231 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ഏരിയ ഓഫ് സെക്ടർ. ഇനി അതിൽ കാണേണ്ടത് ഏരിയ ഓഫ് സെഗ്മെന്റ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് സെക്ടർ. അതായത് നമുക്ക് ഈ ഭാഗത്തിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഈ ഭാഗത്തിന്റെ ഏരിയ കാണണമെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ് ഈക്വൽ ടു area of sector minus area of triangle. So area of sector നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് ഏരിയ ഓഫ് സെക്ടർ ഇപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു 231 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി എന്ത് കാണണം, ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണണം. ഇവിടെ ട്രയാങ്കിൾ എങ്ങനെയുള്ള ട്രയാങ്കിൾ ആണ്, ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. കാരണം ആംഗിൾ 60 ഡിഗ്രി ആണ് വന്നിട്ടുള്ളത്. 60 ഡിഗ്രി വരികയാണെങ്കിൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √3a²/4. ഇവിടെ √3 ഇൻറ്റു a² എന്ന് പറയുന്നത് 21 ഇൻറ്റു 21 ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇത് നമുക്ക് 441 21 മൾട്ടിപ്ലൈ ചെയ്താൽ 441 √3/4 ആണ് ആൻസർ കിട്ടുന്നത്. ഇതിൽ നിങ്ങൾക്ക് √3യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ ആ വാല്യൂ കൊടുത്തിട്ട് അതിനെ ഷോർട്ട് ആക്കിയിട്ട് ചെയ്യണം. ഇപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെഗ്മെന്റ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ എന്തായിരുന്നു 231 മൈനസ് 441/4 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ സബ്റ്റൻഡ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ സെന്റർ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ കറസ്പോണ്ടിങ് മൈനർ ആൻഡ് മേജർ സെഗ്മെന്റ്സ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് പൈയുടെ വാല്യൂ 3.14 എന്ന് തന്നിട്ടുണ്ട്, √3 1.73, ആംഗിൾ 60 ഡിഗ്രിയാണ്, റേഡിയസ് 15. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൈനർ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് ഈക്വൽ ടു എങ്ങനെയാണ് നമുക്ക് മൈനർ സെഗ്മെന്റ് കിട്ടുക, നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് സെക്ടറിന് ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് കിട്ടും. ആദ്യം നമുക്ക് ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാം. θ/360 ഇൻറ്റു πr² ആണ് വരിക. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 60. അപ്പോൾ 60/360 ഇൻറ്റു പൈ 3.14 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3.14 ഇൻറ്റു റേഡിയസ് 15 ഇൻറ്റു 15. ഇനി ക്യാൻസൽ ചെയ്യുക. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6 ഇനി
2 കൊണ്ട് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2, ഇത് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5. ഇനി 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക, 1 11ൽ 5 ടൈംസ് 7 1.57. അപ്പോൾ 15 ഇൻറ്റു 5 എന്ന് പറയുന്നത് 75. 157നെ 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 28 2 7 49 4 5 7 117.75 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് കിട്ടുന്നത്, ഏരിയ ഓഫ് സെക്ടർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു √3a²/4 ആണ് വരുന്നത്. ഇപ്പോൾ √3യുടെ വാല്യൂ 1.73 ഇൻറ്റു 15 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 7.5, ഇതിന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 7.5. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5625 ആണ് വരുന്നത്. അതിനെ 1.73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 70, അതായത് 97.3125 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഇനി ഏരിയ ഓഫ് സെഗ്മെന്റ്. ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന് രണ്ടിനെ നമുക്ക് മൈനസ് ചെയ്യണം. ഏരിയ ഓഫ് സെഗ്മെന്റ് ഈക്വൽ ടു 117.75 മൈനസ് 97.3125. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ 5 7 4 ആവുമ്പോൾ 3, ഇവിടെ 4 0 2 20.4375 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഇനി അതിൽ കണ്ടുപിടിക്കേണ്ടത് മേജർ സെഗ്മെന്റ് ആണ്. മേജർ സെഗ്മെന്റ് കാണണം. ഏരിയ ഓഫ് മേജർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ, അതായത് ഏരിയ ഓഫ് മേജർ സെഗ്മെന്റ് എന്ന് പറയും. ഇപ്പോൾ ഇതൊരു സർക്കിൾ, നമുക്ക് മൈനർ സെക്ടറിന്റെ ഏരിയ കിട്ടി. മൈനർ സെക്ടറിന്റെ ഏരിയ എത്രയാണ്, 20.4375 സെന്റിമീറ്റർ. അപ്പൊ ഏരിയ ഓഫ് സർക്കിളിന് ഈ മൈനർ സെഗ്മെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ ഓഫ് മേജർ സെഗ്മെന്റ് കിട്ടും. അപ്പൊ ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്. അതായത് ഏരിയ സർക്കിൾ πr² 3.14 ഇൻറ്റു 15 ഇൻറ്റു 15 മൈനസ് 20.4375. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അതായത് ഇത് 3.14 ഇൻറ്റു ഇത് 706.5 ആണ് വരുന്നത്. ഇവിടെ 20.4375. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യാം. അപ്പോൾ 706.5 മൈനസ് 20.43. അപ്പം ഇങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ 6 8 6. അപ്പോൾ 686.07 സെന്റിമീറ്റർ സ്ക്വയർ. 7th ക്വസ്റ്റ്യൻ 120 ഡിഗ്രി വരുന്നതാണ്. അത് നിങ്ങൾക്ക് ഡെലിറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8th ക്വസ്റ്റ്യൻ. എ ഹോസ് ഇസ് ടൈഡ് ടു എ പെഗ് അറ്റ് വൺ കോർണർ ഓഫ് എ സ്ക്വയർ ഷേപ്ഡ് ഗ്രാസ് ഫീൽഡ് ഓഫ് സൈഡ് 15 മീറ്റർ ബൈ മീൻസ് ഓഫ് 5 മീറ്റർ ലോങ് റോപ്പ്. അതായത് 15 മീറ്റർ ആണ് ഇതിൻ്റെ സൈഡ്. സ്ക്വയർ ഫീൽഡിന്റെ സൈഡ് 15 മീറ്റർ ബൈ മീൻസ് ഓഫ് 5 മീറ്റർ ലോങ് റോപ്പ്. ആദ്യം കാണേണ്ടത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാർട്ട് ഓഫ് ദ ഫീൽഡ് ഇൻ വിച്ച് ദ ഹോസ് ക്യാൻ ഗ്രേസ്. അപ്പോൾ ഇവിടെ ഇതൊരു സ്ക്വയർ ഫീൽഡ് ആണ്. അതിന്റെ സൈഡ് 15 മീറ്റർ ആണ്. സൈഡ് അപ്പോൾ 5 മീറ്റർ ലോങ് ഉള്ള റോപ്പ് കൊണ്ട് ഇവിടെ ഒരു ഹോസിനെ ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹോസ് ഇങ്ങനെ 5 മീറ്റർ ലോങ് റോപ്പ് ആണെങ്കിൽ ഈ ഒരു ഏരിയ മാത്രമാണ് അതിനെ ഗ്രേസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഏരിയ ഓഫ് സെക്ടർ ആണ്. അപ്പോൾ ആദ്യത്തേത് ഏരിയ ഓഫ് സെക്ടർ ആണ് നമുക്ക് കാണേണ്ടത്. ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത് θ/360 ഇൻറ്റു πr² ആണ്. ഇവിടെ സ്ക്വയർ ഫീൽഡ് ആയതുകൊണ്ട് ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി. അപ്പോൾ 90/360 ഇൻറ്റു π 3.14 ഇൻറ്റു r എന്ന് പറയുന്നത് ഇവിടെ 5 മീറ്റർ ലോങ് റോപ്പാണ് ഉള്ളത്. അപ്പോൾ 5 ഇൻറ്റു 5. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ടാക്കാം 4. അപ്പോൾ ഇതിനെ ഷോർട്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്, അതായത് ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 1.57. അപ്പോൾ ആൻസർ വരിക 19.625 സെന്റിമീറ്റർ സ്ക്വയർ.
ഇത്രയാണ് വരുന്നത് 5 മീറ്റർ ലോങ് റോപ്പ് ആയപ്പോൾ. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻക്രീസ് ഇൻ ദ ഗ്രേസിംഗ് ഏരിയ ഇഫ് ദ റോപ്പ് 10 മീറ്റർ ലോങ് ഇൻസ്റ്റെഡ് ഓഫ് 5 മീറ്റർ. അപ്പോൾ 5 മീറ്റർ ഇവിടെ ഇത്രയാണ് ഉള്ളതെങ്കിൽ 10 മീറ്റർ ആവും കുറച്ചും കൂടി ഏരിയ. അപ്പോൾ ഇത്രയും ഭാഗം ഗ്രേസ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി കൂടുതൽ സ്ഥലത്ത് ഗ്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗം എത്ര കൂടുതലുണ്ട് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, മൊത്തം അതായത് 10 മീറ്റർ ലോങ് റോപ്പിൻ്റെത് ആദ്യം ഏരിയ സെക്ടർ കണ്ടുപിടിക്കുക. 5 മീറ്ററിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതങ്ങ് മൈനസ് ചെയ്യുക. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഉള്ളത്, അതായത് ഇത്രയും ഭാഗത്തിൻ്റെത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ മാത്രം ഇൻക്രീസ്, എത്ര ഏരിയ ഇൻക്രീസ് ആയി എന്നുള്ളത് കിട്ടും. അപ്പോൾ ഏരിയ സെക്ടർ ആദ്യം കണ്ടുപിടിക്കുക. ഏരിയ സെക്ടർ ഈക്വൽ ടു 90/360 ഇൻറ്റു 3.14 ഇൻറ്റു 10 ഇൻറ്റു 10 4 1.575. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 78.5 ആണ് വരുന്നത്, ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇൻക്രീസിന്റെ ഗ്രേസിംഗ് ഏരിയ ആണ് കാണേണ്ടത്. ഈക്വൽ ടു എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇത് മൈനസ് 10 മീറ്റർ ലോങ് റോപ്പിൻ്റെത് നമുക്ക് 78.5 ആണ് കിട്ടിയിട്ടുള്ളത്, മൈനസ് 19.625. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. 78.5 19.625 ആണ് വരുന്നത്. 5 ഇവിടെ 7, ഇവിടെ 4 ആവുമ്പോൾ 8, 7 ആവുമ്പോൾ 8, 6, ഇപ്പോൾ 58.875 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയാണ് ഏരിയ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.